നമ്മുടെ കുടുംബത്തിൽ ആത്മാവിനെ സ്വീകരിക്കാത്തതായിട്ട് ആരോ ഉള്ളത്? എല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിനെ മാമോദീസയും സൈലലവനെ സ്വീകരിച്ചവരാ. പക്ഷേ വീട്ടിൽ വഴക്കില്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത ആളും മിസൈൽ അയക്കില്ലേ? റഷ്യയും ഉക്രൈനും കാത്തിരിക്കുന്നത് പോലെയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടി ശക്തിയോടുകൂടി എതിർ ശക്തി. അങ്ങനെ കുടുംബത്തിൽ എതിർക്കുകയോ ഭിന്നിക്കുകയോ ചിതറിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്, അശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ 12 അപ്പസ്തോലന്മാർ ഒരേ ആത്മാവും ഒരേ ഹൃദയവുമായിട്ട് മാറി, ഒരേ മനസ്സായിട്ട് മാറി. അതിനു മുമ്പ് അവർ വ്യത്യസ്തരായിരുന്നു. ചിലർ മീൻ പിടിക്കാൻ പോകും, ചിലർ സത്യാന്വേഷിയായിട്ട് പോകും. പക്ഷേ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവിടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വാസമർപ്പിച്ചപ്പോൾ അവർ വേറൊരു വ്യക്തിയായിട്ട് മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ സ്വർഗീയ വ്യക്തിയായിട്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വ്യക്തികൾ മാനസാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ, ഒരു പുതിയ സൃഷ്ടിയാകുന്നില്ലെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങളും ഭിന്നതകളും എതിർപ്പുകളും പരാജയങ്ങളും സംഭവിക്കും.